അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിശുദ്ധ റമദാൻ ഷരീഫിൻ്റെ വീഡിയോയിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ ക്യൂസ് രൂപത്തിലാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. പ്രശ്നോത്തരിയായിട്ട് അഥവാ ചില ചോദ്യോത്തരങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. റമദാനിനെ പറ്റി പല പ്രധാനപ്പെട്ട ജനറൽ നോളേജുകളും കുറച്ച് ആളുകൾക്കെങ്കിലും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് വളരെ പച്ചയായ ഒരു യാഥാർത്ഥ്യം. ഈ പ്രശ്നം ഒഴിവാക്കാനും പൊതുജനങ്ങളെ റമദാനിനെ പറ്റിയുള്ള ജനറൽ നോളജിലേക്ക് അടുപ്പിക്കാനുമാണ് ഈ വീഡിയോ ക്വിസ് രൂപത്തിലായിട്ട് ചെയ്യുന്നത്. വൺസ് അഗെയിൻ യു ആർ വെൽക്കം ബാക്ക് ടു യൂത്ത് ആൻഡ് വേർഡ് ചാനൽ. റമദാൻ ക്വിസിലെ ഒന്നാമത്തെ ചോദ്യം, റമദാൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? റമദാൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? ഉത്തരം, കരിച്ചു കളയുക എന്നാണ് അതിൻ്റെ അർത്ഥം. മാനവൻ്റെ പാപങ്ങൾ കരിച്ചു കളയാൻ ഉപയുക്തമായ മാസം എന്നർത്ഥമാക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 2, ബദർ ദിനം എന്നാണ്? ബദർ ദിനം എന്നാണ്. റമദാൻ മാസം 17-നാണ് ബദർ ദിനം. സെഹർ എന്നാൽ എന്ത്? സെഹർ കഴിക്കുക, സെഹറിന് എഴുന്നേൽക്കുക എന്നൊക്കെ പറയാറുണ്ടല്ലോ. എന്താണ് സെഹർ? ഉത്തരം, അത്താഴം എന്നാണ് സെഹറിൻ്റെ അർത്ഥം. പ്രത്യേകിച്ച് നോമ്പുകാർ നോമ്പ് ആരംഭിക്കുന്നതിൻ്റെ മുമ്പ് കഴിക്കുന്ന ഭക്ഷണത്തിന് സെഹർ എന്ന് പറയപ്പെടുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 4, നോമ്പുകാർ മാത്രം പ്രവേശിക്കുന്ന സ്വർഗ കവാടം ഏതാണ്? അല്ലെങ്കിൽ അതിൻ്റെ പേരെന്താണ്? നോമ്പുകാർക്ക് മാത്രം റിസർവ് ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗ കവാടം ഏതാണ്? ഉത്തരം, റയ്യാൻ. ക്വസ്റ്റ്യൻ നമ്പർ 5, നോമ്പുകാർ ഉച്ചയ്ക്ക് ശേഷം ബ്രഷ് ചെയ്യുന്നതിൻ്റെ വിധി എന്ത്? ഒരു മുസ്ലിം ചെയ്യുന്ന കർമ്മങ്ങൾ നിർബന്ധവും ഹറാമും ഹലാലും കറാഹത്തും ഒക്കെ ആയിട്ട് മാറാറുണ്ടല്ലോ. നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം ബ്രഷ് ചെയ്യുന്നതിൻ്റെ വിധി എന്ത്? ഉത്തരം, കറാഹത്ത് അഥവാ അള്ളാഹുവിനും റസൂലിനും ഇഷ്ടമില്ലാത്ത കാര്യം എന്നാണ് അതിൻ്റെ അർത്ഥം. ക്വസ്റ്റ്യൻ നമ്പർ 6, വിശുദ്ധ ഖുർആൻ ഭൂമിയിലേക്ക് അവതീർണമായ രാവ് ഏത്? വിശുദ്ധ ഖുർആൻ അവതരിച്ചു, അത് ഭൂമിയിലേക്ക് അവതീർണമായത് ചിലപ്പോൾ ഷഅബാൻ മാസത്തിൽ നമ്മൾ പറയാറുണ്ട്, ഷഅബാൻ 15-ന്, അതുപോലെ ലൈലത്തുൽ ഖദർ എന്നൊക്കെ പറയുന്നുണ്ട്. ആൻസർ, ലൈലത്തുൽ ഖദർ, റമദാനിലെ ലൈലത്തുൽ ഖദർ. ക്വസ്റ്റ്യൻ നമ്പർ 7, നോമ്പുകാർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം ഏതാണ്? ഏറ്റവും വലിയ പ്രതിഫലം ഏതാണ്? അള്ളാഹുവിൻ്റെ ദർശനമാണ്. അള്ളാഹുവിനെ കാണാൻ പറ്റുക എന്നുള്ളതാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അള്ളാഹിനെ കാണാൻ പറ്റുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8, റമദാൻ വ്രതം നിർബന്ധമാക്കപ്പെട്ടത് എപ്പോഴാണ്? ആൻസർ, ഹിജ്റ 2-ാം വർഷം ഷഅബാൻ മാസത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 9, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വർഷം റമദാൻ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്? നബിയുടെ ജീവിതത്തിൽ റമദാൻ നോമ്പ്, നിർബന്ധമായ നോമ്പ്, എത്ര വർഷം അനുഷ്ഠിച്ചിട്ടുണ്ട്? ആൻസർ, 9 വർഷം. ക്വസ്റ്റ്യൻ നമ്പർ 10, ഖുർആൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? ആൻസർ, വായിക്കപ്പെടുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. പാരായണം ചെയ്യപ്പെടുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11, ലോകത്ത് ഏറ്റവും അധികം വായിക്കപ്പെടുന്ന മതഗ്രന്ഥം ഏത്? ഏറ്റവും അധികം വായിക്കപ്പെടുന്ന മതഗ്രന്ഥം ഏതാണ്? ആൻസർ, വിശുദ്ധ ഖുർആൻ. ക്വസ്റ്റ്യൻ നമ്പർ 12, ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് ഏത്?
ഏറ്റവും വലിയ സൂറത്തിൻ്റെ പേരെന്ത്? ആൻസർ: ഏറ്റവും വലിയ സൂറത്തിൻ്റെ പേര് സൂറ അൽ ബഖറ. 13. റമദാൻ അവസാനത്തെ 10 പ്രത്യേകത എന്ത്? ആൻസർ: നരകമോചനം സാധ്യമാകുന്നു. നരകത്തിൽ നിന്ന് അല്ലാഹു തആല മോചിപ്പിക്കാനുള്ള എല്ലാ എളുപ്പമാർഗങ്ങളും സാധ്യമാകുന്നു. നെക്സ്റ്റ് 14. പകൽ സമയം അത്തർ ഉപയോഗിക്കുന്നതിൻ്റെ വിധി എന്ത്? പകൽ സമയം നമ്മൾ പെർഫ്യൂം ഉപയോഗിക്കുന്നതിൻ്റെ വിധി എന്താണെന്നാ? ആൻസർ: പകൽ സമയത്ത് കറാഹത്താണ്. പകൽ സമയം നമ്മൾ കുപ്പി എടുത്ത് നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ പുരട്ടി അത് വാസനിക്കൽ കറാഹത്താണ്. എന്നാൽ രാത്രി ഉപയോഗിച്ച വസ്ത്രത്തിലെ മണം കുഴപ്പമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 15. വിശുദ്ധ റമദാനിലെ തറാവീഹ് റക്അത്തുകളുടെ എണ്ണം എത്ര? തറാവീഹ് 8 പറയാറുണ്ട്, 20 പറയാറുണ്ട്, 11 പറയാറുണ്ട്, ഇങ്ങനെ പലതും ഉണ്ടല്ലോ. ഇതിൻ്റെ ഇസ്ലാമിലെ തറാവീഹ് നമ്പർ എത്രയാണ്? ഇസ്ലാമിലെ തറാവീഹ് റക്അത്തുകളുടെ നമ്പർ എത്ര? ആൻസർ: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും സ്വഹാബത്ത് നിരാക്ഷേപം അംഗീകരിച്ചതുമായ റക്അത്തിന്റെ എണ്ണം 20 ആകുന്നു. എത്ര നമ്പർ ഉണ്ടെങ്കിലും അതിന് സ്വഹാബികളുടെ നിരാക്ഷേപമായ പിന്തുണ ഇല്ല അതിന്.